കോതമംഗലത്ത് വൻ വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്ത LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. തങ്കളം കാക്കനാട് 4-വരിപ്പാതയുടെ പൂർത്തീകരണം, പട്ടയ നടപടികൾ വേഗത്തിലാക്കൽ, ആലുവ മൂന്നാർ പാതയുടെ വികസനം എന്നിവ ഉൾപ്പെടെ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻ പദ്ധതികളാണ് LDF പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. പത്രികയുടെ പ്രകാശനം CPM ജില്ലാ സെക്രട്ടറി S സതീഷ് നിർവഹിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻ വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്ത LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. CPM ജില്ലാ സെക്രട്ടറി S സതീഷാണ് പ്രകടന പത്രികയുടെ പ്രകാശനം നിർവഹിച്ചത്. തങ്കളം കാക്കനാട് 4-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. കൂടാതെ മണ്ഡലത്തിലെ കാലങ്ങളായുള്ള ആവശ്യമായ പട്ടയ നടപടികൾ വേഗത്തിലാക്കി കൂടുതൽ കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്നതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ആലുവ മൂന്നാർ 4-വരിപ്പാതയുടെയും ആലുവ കോതമംഗലം 4-വരിപ്പാതയുടെയും നിർമ്മാണം ത്വരിതപ്പെടുത്തും. നവകേരള സദസ്സിൽ ഉയർന്നുവന്ന ആവശ്യപ്രകാരം 7 കോടി രൂപ അനുവദിച്ച ടൗൺ ഹാളിന്റെയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ച പാലത്തിന്റെയും നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. കോതമംഗലത്തെ ആധുനിക ക്രിമിറ്റോറിയം, ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതി, ആവോലിച്ചാൽ വിലാഞ്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എന്നിവയുടെ നിർമ്മാണവും വേഗത്തിലാക്കും. കായിക മേഖലയ്ക്ക് കരുത്തുപകരാൻ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും LDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MLA മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകാൻ അദ്ദേഹം വീണ്ടും വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി R അനിൽകുമാർ പറഞ്ഞു. 3 കോടി രൂപ പാലത്തിന് ബഹുമാനായിട്ടുള്ള MLA തന്നെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് കോതമംഗലം നഗരസഭയാണ് ഇനി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത്. സർക്കാർ കൊടുത്തിട്ടുള്ള പണവും MLA അനുവദിച്ചിട്ടുള്ള പണവും ഉൾപ്പെടുത്തിക്കൊണ്ട് ടൗൺ ഹാൾ നിർമ്മാണം എത്രയും വേഗം ത്വരിതപ്പെടുത്തേണ്ടത് കോതമംഗലം നഗരസഭയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടത് ജനാധിപത്യ മുന്നണിയും MLAയും ഗവൺമെന്റും ആവുന്നത്ര തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇത്രയും പണം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഇത്തരുണത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ 61 വർഷം പിന്നീടാണ് അസംബ്ലി മണ്ഡലം രൂപപ്പെട്ടതിന് ശേഷം. ഈ കാലയളവിൽ ആകെ 17 വർഷക്കാലമാണ് ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ MLAമാരായി ഇരുന്നിട്ടുള്ളത്. സഖാവ് TM ഈദിയൻ 2 വർഷം, ഇടതുമുന്നണിയുടെ ഭാഗമായി TU കുരുവിള 5 വർഷം, പിന്നീട് ആന്റണി 10 വർഷം. ബാക്കി എല്ലാ കാലത്തും കോതമംഗലം അസംബ്ലി മണ്ഡലം മറ്റ് ആളുകളുടെ കൈകളിലായിരുന്നു. അവർക്കൊന്നും നടപ്പാക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അത് കൂടാതെ നടപ്പാക്കാൻ കഴിയുന്ന 50ഓളം കാര്യങ്ങളുമാണ് ഈ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ പ്രകടന പത്രിക നടപ്പാക്കി മുന്നോട്ട് പോകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പു പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ PT ബെന്നി, ഷാജി മുഹമ്മദ്, R അനിൽകുമാർ, KA ജോയ്, AA അൻഷാദ്, റോണി മാത്യു, മനോജ് ഗോപി, തോമസ് തോംബ്രയിൽ, ഷാജി പീച്ചക്കര, ആന്റണി പുല്ലൻ, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.